വയസ്സാളി ഊര് ശരിക്കും പറഞ്ഞാൽ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം? വയസ്സന്മാർ മാത്രമുള്ള ഗ്രാമം. നമുക്ക് എവിടെ തിരിഞ്ഞാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രമേ എന്നൊരു കവി പാടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എവിടെ തിരിഞ്ഞാലും അവിടെ എല്ലാം പൂത്ത വയസ്സന്മാർ മാത്രം. അമ്മാതിരി ഒരു ഗ്രാമത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, ഇത് ഈ ഗ്രാമക്കാർ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്ന ഒരു കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിലൊരു പയ്യനെ, ഒരു തെറ്റും ചെയ്യാത്ത ആ പയ്യനെ ഈ ഗ്രാമക്കാരിലൂടെ കെട്ടിയിട്ട് കൊന്നു. അത് അടിച്ചടിച്ചടിച്ചടിച്ച് അവനെ കൊന്നു. അതിനുശേഷം ഈ ഗ്രാമത്തിൽ ആണുങ്ങൾ വാഴത്തിൽ, ആണുങ്ങൾ പറഞ്ഞാൽ പയ്യന്മാർ, ചെറുപ്പക്കാർ വാഴത്തിൽ എന്നാണ് ഗ്രാമക്കാരുടെ വിശ്വാസം. അങ്ങനെ ആ പയ്യൻ്റെ ആത്മാവ് ഇപ്പോഴും ഈ ഗ്രാമത്തിലൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട്. കുട്ടി മക്കളുള്ള വീട്ടിലൊക്കെ പോയി ശല്യപ്പെടുത്തും. അങ്ങനെ ഇവർക്ക് ചുരുക്കി പറഞ്ഞ് നാട്ടിലോ അല്ലെങ്കിൽ വീട്ടിലോ നിൽക്കാൻ പറ്റത്തില്ല. എല്ലാം കൂട്ടമായിട്ട് ജോലി തേടി അന്യ സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുകയാണ്. ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്ന ഒരു ഗ്രാമമാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഈ വീട്ടിലുണ്ടെങ്കിൽ ഒന്നീ മദ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിമയായിട്ട് അവർ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നു. അത് മാത്രമല്ല, അല്ലെങ്കിൽ നാട് വിട്ടു പോകുന്നു. അങ്ങനെ നമുക്ക് ഇവിടെ ഒരാളെ പോലും കാണാൻ ഒക്കത്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചുമ്മാ കെട്ടുകഥയാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഒരാളെ പോലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ ഒക്കത്തില്ല. അത്രയ്ക്കും വിചിത്രമായ ഒരു ഗ്രാമമാണ് വയസ്സാളി ഗ്രാമത്തിൻ്റെ പ്രത്യേകത. എന്തായാലും നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോയാലോ. ഇനി നമുക്ക് ഈ കയ്യെന്നിട്ട് പറയാമെന്ന് വിചാരിക്കും, പക്ഷേ നമുക്ക് നേരിട്ട് പറയുമ്പോൾ അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവത്തുള്ളൂ. ഒരു ചെറുപ്പക്കാരെ പൊടിയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന പൈസ വരും. ബാ, നമുക്ക് നേരെ ആ വയസ്സാളി ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയുടെയൊക്കെ മകൻ പിന്നെ നാട് വിട്ടുപോയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ അരഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. കയ്യും കാലൊക്കെ ഇട്ട് ആക്കുന്നുണ്ട്. ആരുമില്ല, എന്നെ നോക്കാനും ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ ഈ ഗ്രാമത്തിൽ എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള സ്ത്രീകളെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അച്ഛന്മാരെ കാണത്തുള്ളൂ. എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അമ്മ പാട്ടി എങ്കോ വീടെങ്കേ അങ്ങോട്ട് അവിടെയാണോ? കഷ്ടം പാവം. ഇങ്ങനെ രാവിലെ മുതൽ അരഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. കഷ്ടം. ഇതൊക്കെ എന്നിട്ട് വല്ലാത്തൊരു കാഴ്ചയാണ്. നമുക്കെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ്. ഇവർക്ക് ഒന്ന് സഹായിക്കാനോ ഒന്നും ആരുമില്ല. ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോലും മക്കളില്ലാത്തൊരു ജീവിതം ഭയങ്കര കഷ്ടമല്ലേ. അപ്പോൾ എന്തായാലും ഒന്നും കൊടുക്കില്ലല്ലേ, എല്ലാമേ പോയി. അപ്പോൾ വാ, നമുക്കെന്തായാലും വയസ്സാളി ഊരെന്ന് പറയുന്ന സ്ഥലമാണ് ഇത്. ഫുള്ള് അങ്ങോട്ട് ഇത് തന്നെയാണ്. കണ്ടില്ലേ, ഇതെല്ലാം വയസ്സന്മാരാണ് നിൽക്കുന്നത് ഫുള്ള്. എല്ലാ വീട്ടിലും, കംപ്ലീറ്റ് വീട്ടിലും പ്രായമുള്ള ആൾക്കാരാണ്. ഒരൊറ്റ വീട്ടിൽ പോലും ഒരു ചെറുപ്പക്കാരെ കാണാൻ നമുക്ക് മഷി എടുക്കാൻ പോലും ഒക്കത്തില്ല എന്തായാലും. ഇതെല്ലാം കണ്ടില്ല, ഇതെല്ലാം ഇവിടെയൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. എല്ലാം പ്രായമുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും ആരുമില്ല. ചാ, എന്നാ വിശേഷം? എന്റെ മക്കളൊക്കെ ആരുമില്ല ഇവിടെ? വെളിനാട്ടിൽ പോയിച്ചോ? എന്താ ഇവിടെ പയ്യന്മാര് ആരുമില്ലേ? അപ്പൊ ഇവിടെ ഒരു സമയം കഴിഞ്ഞാൽ പയ്യന്മാര് പുറത്തേക്ക് പോവുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഒരാൾ പോലും ഈ ഗ്രാമത്തിൽ വാഴുന്നില്ല. ഉങ്ങളുടെ വീടൊക്കെ ഈ വീട് തന്നെ അല്ലേ? ഓക്കെ. അച്ഛൻ എത്ര കുളന്തേർക്ക്? 5 പിള്ളേർ ഇരുന്നിട്ട് പോലും ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. ഒന്നുമില്ല. അപ്പൊ ചേച്ചി പറയുന്നത് 5 പിള്ളേരുണ്ടായിട്ട് പോലും ആരും കൊടുക്കാനില്ലെന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ പോലെയുള്ള ആരുമില്ല. അപ്പൊ എല്ലാവരും ഈ പറയുന്ന പോലെ പ്രായമുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ വയസ്സാളി ഊരില്. അമ്മ എന്താ വിശേഷം? ചെവി കേൾക്കുവോ? കാത് കേൾക്കുവോ? കാത് കേൾക്കാതെ? കാതൊന്നും കേൾക്കത്തില്ല. ഇങ്ങനെ പാവം അമ്മൂമ്മയെ തന്നെ ഇരുത്തിയിട്ടത്. ഇത് കണ്ടില്ലേ, ഈ ആഹാരമൊക്കെ വെള്ളവും കുടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഒരാൾ പോലും നോക്കാനില്ലാത്ത പാവപ്പെട്ട ജീവിതങ്ങളാണ് ഇവിടെ മുഴുവനുള്ളത്. ഒന്നുമില്ല പാവം തന്നെ. കഷ്ടം. നോക്ക് അമ്മ, കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ മുടിയാതെ ഒന്നുമില്ല. ഇതെല്ലാവരും എവിടെ ചെന്നാലും ഇതാണ്. ഒറ്റ വീട്ടിൽ പോലും വേണമെങ്കിൽ സാമ്പിൾ കാണിച്ചു തരാം. ഒറ്റ വീട്ടിൽ പോലും ആളില്ല. ഇതുപോലെയുള്ള പാവപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഗ്രാമത്തിലുള്ളത് മുഴുവൻ. അപ്പം നമുക്ക് ഇനി അടുത്ത കിളവൻ കിടക്കുന്ന വീട്ടിലോട്ട് പോകും. അതുകൊണ്ടാണ് ഈ സാധനം എന്ത് മാമ കൂപ്പിടാൻ പറ്റും. ഈ വീട്ടിൽ ഒരു വയസ്സായ ആളുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, ഈ വയസ്സായ വീട്ടിലോട്ട് കയറി പോകുന്ന കാഴ്ച. അയ്യോ അപ്പാ, ഇതുണ്ട് വേറൊരു കിടക്കുന്നുണ്ട്. കണ്ടോ ഇത്രയും ആ വീടിന്റെ അവസ്ഥ തന്നെ കണ്ടോ? ആരും നോക്കാൻ പോലും ആരുമില്ല അല്ലേ? നോക്കാൻ പോലും ആരുമില്ലാത്ത ഒരു ഭയങ്കര ഗ്രാമമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇത് പുറത്ത് പോലും പുള്ളിക്ക് ഇറങ്ങാൻ ഒക്കത്തില്ല. അത്രയ്ക്കും ആരും നോക്കാനൊന്നും ഇല്ല. ഫുഡ് എന്തൊക്കെ സാപ്പാട് ആരും കൊടുക്കും? ഒന്നുമില്ല. ഒറ്റയ്ക്ക് താമസിക്കാന്നോ? ഒറ്റയ്ക്ക്. ഈ വീട്ടില് ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാ വീടിന്റെ അവസ്ഥ തന്നെയാണ്. ഒരൊറ്റ വീട്ടിൽ പോലും ആണല്ലേ? ഓക്കെ, പാവം തന്നെ. അപ്പൊ ഈ വീട്ടില് ഞാൻ വേണമെങ്കിൽ ഒന്ന് അകത്തോട്ട് കയറി കാണിച്ചത്. എൻ്റെ ദൈവമേ, കുഴപ്പമില്ല, പേടിക്കണ്ട, പേടിക്കൂടാതെ, കോപ്പക്കൂടാതെ.
சாப்பாடு சாப்பாடு കഴിച്ചോ? சாப்பாடு கழிச்சு சாப்பாடு கழிச்சு കഴിച്ചോ? யாரு തന്ന്? நான் தான் ஒன்று உங்களோட வேலை എന്താ? வேலை இல்லை ஒன்றும் இல்லை. ഒന്നുമില്ല. എത്ര വയസ്സ് ഇருக்கு? പൈസ 100 വയസ്സാവും. എത്ര? 100 വയസ്സാവും. 100 വയസ്സായോ? 100 വയസ്സായ കിളവനാണ് വീട്ടിൽ. ഇത് ഇവിടെ പിന്നെ എന്താ ഇവിടെ തന്നെ മൂത്രമൊക്കെ ഒഴിക്കുന്ന ഇവിടെ തന്നെയാണ്. നല്ല സ്മെല്ലുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് എന്താ സാപ്പാട്ട്? ഇന്ന് വയ്ക്കണം സാപ്പാട്. സാപ്പാട് ആര് സാപ്പാട് വെക്കും? ഞാൻ വയ്ക്കും. വെക്കും. ആരും സഹായിക്കില്ല? ഇല്ല. എൻ്റെ പൊന്നെ, ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഒത്തോട്ട് കയറിയിട്ടൊന്നില്ല. അയ്യോ വല്ലാത്തൊരു ജീവിതമാണ് കേട്ടോ. ഒന്ന് മനുഷ്യൻ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്തൊരു വല്ലാത്തൊരു സ്ഥലമാണ് ഈ വയസ്സാളി ഊരെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാ പാവപ്പെട്ട ഇതുപോലെയുള്ള വൃദ്ധ ജനങ്ങളെ കൊണ്ടിട്ടിട്ട് മക്കളുമാരെല്ലാം പോയേക്കുമാണ്. എല്ലാ വീട്ടിലും പയ്യന്മാർ ഒന്നുകിൽ സൂയിസൈഡ് ചെയ്ത് അല്ലെങ്കിൽ നാട് വിട്ടുപോയി. പക്ഷേ ഇവിടെ ചെറുപ്പക്കാർ വാഴാത്തൊരു ഗ്രാമം തന്നെയാണ്. എല്ലാ വീട്ടിലും ഇത് തന്നെയാണ് സംഭവം. ഓക്കെ, ഞാൻ അടുത്ത വീടിൻ്റെ കാഴ്ചയാണ്. ഈ വീട്ടിലും വേണേൽ കാണിക്കുക. ഇദ്ദേഹമൊക്കെ മുഖം തരുമെന്ന് അറിയത്തില്ല. അണ്ണാ ഇവിടെ എന്നാ விஷயம்? மக்களൊക്കെ എന്ത് ചെയ്യും? மக்கள் யாரும் இல்ல, எல்லாம் வெளியூருக்கு போயிருச்சு. யாரும் இல்ல? யாருமே கிடையாது. ஒற்றைக்கானோ? நான் மட்டும் தான் இருக்கேன். ஒற்றைக்கு தான் இருக்கேன். வேற யாருமே கிடையாது. ரொம்ப கஷ்டம். வேலைக்கு போனா ஆகாரம் ஃபுட்டൊക്കെ എങ്ങനാ? ஃபுட்டு யாராவது கொண்டு வந்து தந்தா தான் வாங்கி சாப்பிடும். அதனால வேற யாருமே கிடையாது. 2 പയ്യങ്ങളും എല്ലാം വെളിയൂർക്ക് പോയിട്ടാங்க. വേറെ யாருமே கிடையாது. ഓക്കേ ഓക്കേ, ശരി 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 ശരി. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, വേറെ അവസ്ഥ കണ്ടോ? ഇത് കണ്ടോ? ഈ ഗ്രാമക്കാരും മുഴുവൻ ഇത് തന്നെയാണ് അവസ്ഥ. അമ്മ ഇതുണ്ടോ? ഈ അമ്മച്ചിയെ കണ്ടോ? ഇത് ജോലി ചെയ്യാൻ വേണ്ടി എവിടുന്നോ മൈലുകൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് കൊതുമ്പും ചൂക്കിട്ടും എല്ലാം കൊണ്ടുവരികയാണ്. ആരും സഹായിക്കുകയില്ല. ചാപ്പാട് കഴിച്ചാ? ഇല്ല, കഴിച്ചല്ല. സൗഖ്യം താനേ? സൗഖ്യം താനേ. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എനിക്ക് അറിയില്ല. അത്രയും വലിയ കഷ്ടത്തിലാണ്. സന്തോഷമായിരുന്നു കേട്ടോ കേട്ടോ. അപ്പൊ അത്രയും വലിയ കഷ്ടമാണ് എല്ലായിടത്തും. ഒന്നുമില്ലമ്മ, നിങ്ങളുടെ ഊരിനെ പറ്റി ചൊല്ലി വന്നതാ, ഊരിനെ പറയാൻ വേണ്ടി വന്നതാ. അപ്പൊ ഇവരൊക്കെ ചോദിക്കും എന്തിനാ ഞങ്ങൾ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. വയസ്സായാളി ഊര് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഊരിൽ ഇതുണ്ടല്ലോ, ഒരു ചോമൂട് വല്യപ്പമാണ്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ നോക്ക്, ഞാൻ വെറുതെ കൈ നിന്നിട്ട് പറയുന്നതല്ല. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകം നോക്കുക, ഒരാളെ പോലും ഒരു ആവിയില്ല, അനക്കവും ഇല്ല. വല്ലാത്തൊരു ശ്മശാന മൂകതയുള്ള സ്ഥലമാണ് അത്. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്, പക്ഷെ ചെറുപ്പക്കാർ ആരും കാണാനില്ല. ഇതാണ് ഈ വീട്ടിൽ നിന്ന് ആരും ഇല്ലേ? എന്താ വീട്ടിൽ ആരുമില്ലേ? മറ്റൊന്നാനെ ആരുമില്ല ഇവിടെ, ആരുമില്ലല്ലോ. എங்கே പോയി? വേലയിൽ പോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആരുമില്ല. അമ്മ മട്ടും താനാ. ഫുഡ് സാപ്പിട്ടോ? ഫുഡ് സാപ്പാട്ടോ? സാപ്പാട് സാപ്പാട്. ഇത് കൈ തരമുള്ളതല്ലോ ഇത്. ഹലോ പറ. അറിയത്തില്ല കേട്ടോ ഇവർക്ക് സംഭവം എന്താ. തിന്നുന്ന ആഹാരമാണെന്ന് പറഞ്ഞിരിക്കുക. അത് കടിക്കാൻ വേണ്ടി വന്നു എന്തായാലും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആരുമില്ല, അകത്തെങ്ങും ആരുമില്ല, വീട് മാത്രമുണ്ട്. അപ്പോൾ ഈ വീടിനകത്തൊന്നും ഒരു കുഞ്ഞും ഒരു അനക്കം പോലും ഇല്ലാത്ത വീടുകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. എന്നാൽ ഇത് വേറൊരു ജീവിതമാണ്. ഇദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം എനിക്കൊന്ന് 15-16 വയസ്സായപ്പോഴത്തേക്ക് അവരെല്ലാം നാട് വിട്ടുപോയി. 2-3 മക്കളുണ്ടായിരുന്നു, ആരുമില്ല. ഇപ്പം വേല എന്താ? തേങ്ങ വെട്ട്. അങ്ങനെ തേങ്ങ വെട്ടിയാണ് പുള്ളി ജീവിക്കുന്നത്. ഇതെന്താണെന്ന് അറിയത്തില്ല. ഈ ഗ്രാമത്തിൽ വല്ലാത്തൊരു ശാപമുണ്ട്. ഇപ്പം എங்கே പോറേ? വീട്ടിൽ പോകണം. പൊക്കോ. അപ്പോൾ ഈ നമുക്കിനി എവിടെ തിരിഞ്ഞ് നോക്കിയാൽ ഇതേ ഉള്ളൂ കാണാം. അതേ വേറൊരു ജീവിതം കണ്ടോ? കഷ്ടം. ഒന്നാമത്തെ നമ്മളിനി ഇനി എവിടെ സഞ്ചരിച്ചാലും ഈ പറയുന്ന ഇതിൻ്റെ പേര് ഞാൻ പറയാം, വയസ്സാളി ഊരിനകത്ത് ഇനി എവിടെ നടന്നാലും ഇത് തന്നെ അവസ്ഥ. ഈ വീട്ടിലൊന്നും ആരുമില്ല. ഇത് കണ്ടോ? നമസ്തേ. സൗഖ്യം തന്നെ? സൗഖ്യം. അപ്പോൾ സത്യം പറഞ്ഞ പുള്ളി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എന്താ ഫുഡ് സാപ്പിട്ടോ? കഴിച്ചോ? ഒറ്റയ്ക്കാണോ അവിടെ? അതന്നെ, എൻ്റെ പാരയുണ്ട്, പാരി പണിക്ക് പോയി. ഓക്കെ. അപ്പോൾ നിങ്ങൾ വായനക്കാരാണ്. വായനക്കാർ. അപ്പോൾ അങ്ങനെ ഇവർ അവരുടെ കാര്യം നോക്കി എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു. ഇത് എല്ലായിടത്തും അവസ്ഥ. ഇത് പറഞ്ഞ് മടുത്ത് കേട്ടോ. അത് അടുത്തൊരു ജീവിതം കണ്ടോ? ആരും സഹായിക്കുക അല്ലാതെ എന്തോ ജീവിതം. ഷൂട്ടിങ്. ഇതെന്തോ മഞ്ഞളാണോ? ഓക്കെ. ജോലി ചെയ്യുവാണോ? അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 71 വയസ്സുണ്ട് അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല, സൗഖ്യം തന്നെ? അപ്പോൾ അങ്ങനെ ഉടമ്പ് വലിക്കുന്ന അസുഖങ്ങളുണ്ട്. പക്ഷെ ആരും നോക്കാനില്ലാത്തൊരവസ്ഥ ഭയങ്കര കഷ്ടമാണ് അല്ലേ? മക്കളുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾ നോക്കുന്ന മക്കളായിരിക്കണം. ഇതുപോലെ ഈ ഗ്രാമത്തെ പോലും ഇങ്ങനെ പിരിവഴിയിലാക്കിയ മക്കളുടെ കഥയാണ് എന്ന് പറയാനുള്ളത്. എന്തായാലും ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ
ഈ ഊരാളി പോലും വയസ്സാളി ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. കാരണം ഈ പാവങ്ങളായ ആൾക്കാരെ കാണുന്നത് തന്നെ ഒരു വലിയ വിഷമമാണ്. മക്കൾ നോക്കാനില്ല, ആശുപത്രി കൊണ്ടുപോകാനില്ല, നല്ല ഫുഡ് കഴിക്കാൻ മാർഗ്ഗമില്ല, എല്ലാവരും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ നിറച്ചൊരു 100 വീടുണ്ട്. നല്ല ഉച്ചനേരമാണ്, ഞാൻ ക്ഷീണിച്ച് മടുത്ത് ഇനി പോയി കഴിഞ്ഞ് ഇത് തന്നെ കാണാവുള്ളൂ, റിപ്പീറ്റ്. അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ ശാപം എന്നും മാറുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. എന്തായാലും ശപിക്കപ്പെട്ട ഒരു ഗ്രാമമാണ്. ആരും സഹായിക്കാനില്ലാതെ മക്കളായാലും അല്ലെങ്കിൽ ആരാലും ഒറ്റപ്പെടുത്തിയ കുറേ വൃദ്ധരുടെ കഥ. എന്തായാലും വയസ്സാളി ഊരിൻ്റെ ഈ കഥ എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാണ്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു അറിയാ സംഭവമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും